ഒരു തവണ ലഡാക്കിലാണെങ്കിൽ വേറെ തവണ കശ്മീരിലെ ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അതിർത്തി പ്രദേശങ്ങളിലായിരിക്കും. അങ്ങനെ ജവാന്മാരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വന്തം ആഘോഷവേളകൾ, ആ ആഘോഷവേളകൾ ജവാന്മാരോടൊപ്പം ആഘോഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഒരു വർഷം പോലും അദ്ദേഹം അത് മാറ്റിവെച്ച് മറ്റാരുടെയെങ്കിലും കൂടെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ദീപാവലി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടത്തി. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജവാന്മാരെ മുഴുവൻ സ്വന്തം കുടുംബാംഗങ്ങളായിട്ട് കാണുന്ന ഒരു മനോഭാവം, അങ്ങനെ ഒരു വീക്ഷണം, ആ വീക്ഷണം പ്രധാനമന്ത്രിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഓരോ ആഘോഷത്തെയും ജവാന്മാരോടൊപ്പം തന്നെ ചെലവഴിക്കാൻ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. കാരണം രാജ്യത്തിന്റെ മാനം കാക്കുക, അതിനേക്കാൾ വലിയൊരു നിയോഗം മറ്റൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് പ്രധാനമന്ത്രി. ബാഹ്യമായിട്ടുള്ള വെല്ലുവിളികൾ മാത്രമല്ല, ആഭ്യന്തരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ വെല്ലുവിളികൾ നേരിടാനും നമ്മുടെ നാട്ടിൽ സൈന്യത്തിന്റെ സഹായം അത് ഏറ്റവും അടിയന്തര ഘട്ടങ്ങളിൽ ആശ്രയിക്കുന്ന സഹായമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ പ്രളയത്തിന്റെ കാലത്താണെങ്കിലും, കാലാവസ്ഥ വെല്ലുവിളികളുടെ കാലത്താണെങ്കിലും, ഓഖി പോലുള്ള ദുരന്തങ്ങളുടെ കാലത്താണെങ്കിലും, ഇതൊന്നും വേണ്ട. നമ്മുടെ അടൂരിനടുത്ത് സ്ഥലത്തിന്റെ ഏനാത്ത് പാലം ഇടയ്ക്ക് തകർന്നപ്പോ പിന്നെ വിളിച്ചത് സൈന്യത്തെയാണ്. സൈന്യം വന്നു, ബെയിലി പാലം ഉണ്ടായി 2 ദിവസം കൊണ്ട്. കാരണം ശത്രു സേനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ സേനയ്ക്ക് കടന്നു പോകാനായിട്ട് താൽക്കാലിക പാലം ഉണ്ടാക്കാൻ അനുഭവ സമ്പത്തുള്ള വിഭാഗമാണ് സേന. ആ സേനയുടെ സഹായം മലയാളികൾ ആദ്യമായിട്ടായിരിക്കും കേരളത്തിനകത്ത് സൈന്യം പാലമുണ്ടാക്കിയിട്ട് ആ പാലം ഒരു സ്ഥിരം പാലം ആകുന്നത് വരെ ഉപയോഗിച്ചത്. ഒരു 6-7 വർഷം മുമ്പാണ് എന്റെ. ഈ തരത്തിൽ സമാധാന കാലഘട്ടങ്ങളിൽ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ അതൊക്കെ നേരിടുമ്പോൾ ഉൾപ്പെടെ സൈന്യത്തെയാണ് നമ്മൾ ഏറ്റവും വിശ്വസ്തയോടുകൂടിയിട്ട് സമൂഹത്തിനോടുള്ള ഏറ്റവും കൂറുള്ള ഒരു ജനവിഭാഗമായിട്ട്, അങ്ങനെ കാണുന്ന ഒരു ജനവിഭാഗമായിട്ട് കാണുന്നത് സൈന്യത്തെയാണ്. അതുകൊണ്ട് ഈ മനോഭാവത്തെ, അതായത് ഒരു തവണ ജവാനായി കഴിഞ്ഞാൽ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജവാനാണ്. ഇന്ന് അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ സൈന്യത്തിൽ ഉൾപ്പെടെ ധാരാളം സ്ത്രീകൾ കടന്നു വന്നു തുടങ്ങി. ഇപ്പോ ആർമിയുടെ മാത്രമല്ല, എയർഫോഴ്സിന്റെ അടക്കം പൈലറ്റുമാർ, ഫൈറ്റർ പൈലറ്റുമാര് ഇപ്പോ ധാരാളം സ്ത്രീകളുണ്ട്. നമ്മുടെ നാവികസേനയിൽ ധാരാളം സ്ത്രീകളുണ്ട്. ഈ തവണത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്ക് അവരുടെ മനസ്സിലുണ്ടാവും. മിക്കവാറും എല്ലാ സേനാ വിഭാഗങ്ങളുടെയും അവരുടെ റെജിമെന്റുകളുടെയും വിവിധ തരത്തിലുള്ള റിപ്പബ്ലിക് ഡേയിലെ പരിപാടികളുടെയും ഒക്കെ നേതൃത്വം വഹിച്ചത് സ്ത്രീകളായിട്ടുള്ള ഓഫീസർമാരാണ്. അവരൊരിക്കലും പുരുഷന്മാരെക്കാൾ ഒട്ടും കുറവല്ല. ഈ നമ്മുടെ 128 ഒക്കെ ജവാന്മാരാണ് നേരത്തെയൊക്കെ മോട്ടോർ സൈക്കിളിൽ ഒരുമിച്ച് പോയിരുന്നത്. ഈ തവണത്തെ ആ മോട്ടോർ സൈക്കിൾ പ്രകടനം ഉൾപ്പെടെ വനിതാ ജവാന്മാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു തീർച്ചയായിട്ടും ആ ഒരു ബഹുമാനം, ആ ഒരു ആദരവ്, ആ ഒരു സ്നേഹം അത് തിരിച്ച് ജവാന്മാരായിട്ടുള്ള നമ്മുടെ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും നൽകുക, തിരിച്ചു നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി
വൺ റാങ്ക് വൺ പെൻഷൻ എന്നുള്ള തീരുമാനം കൈക്കൊണ്ടതും അത് നടപ്പിലാക്കി. വിമുക്ത ഭടന്മാര് പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള ധാരാളം ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ദീർഘകാലത്തെ ആവശ്യം. പല സർക്കാരുകളും അത്തരം ആവശ്യങ്ങള് ചിലരൊക്കെ പറഞ്ഞു അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് പ്രാവർത്തികമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ്. ദശകങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പാണ് അതിന്റെ ഫലമായിട്ട് യാഥാർത്ഥ്യമായി. മാത്രമല്ല, ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതൊക്കെ അവസരങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ കഴിയുമോ അത് നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷ, പുനർനിയമനത്തിനുള്ള അവസരങ്ങൾ ഞാൻ ഈ അടുത്ത ദിവസം പല സ്ഥലത്തും മറ്റു പല ജോലികൾ ചെയ്യുന്ന ആളുകളെ പരിചയപ്പെട്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഞാൻ എക്സ് സർവീസാണ്, ആർമിയിൽ നിന്ന് അല്ലെങ്കിൽ എയർഫോഴ്സിൽ നിന്ന് ഒക്കെ റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള. ഈ അടുത്ത ദിവസം നമ്മുടെ ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ, അദ്ദേഹം ഫൈറ്റർ പൈലറ്റിന്റെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ റിട്ടയർ ചെയ്തു, 15 വർഷത്തെ സർവീസ് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരു സ്വകാര്യ കമ്പനി, ആ കമ്പനിയുടെ ഇന്ത്യയിലെ വലിയ കമ്പനികളിൽ ഒന്നിന്റെ അതിന്റെ മുഴുവൻ മലയാളിയായിട്ടുള്ളതാണ്, അതിന്റെ മുഴുവൻ അവരുടെ എയർ വിങ്ങിന്റെ മുഴുവൻ ചുമതല വഹിക്കുന്നവരാണ്. കാരണം ഏറ്റവും വിശ്വസ്തതയോടുകൂടിയിട്ട് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ചുമതലകൾ, അങ്ങനെയുള്ള ചുമതലകൾക്ക് നമ്മുടെ ജവാന്മാരെ അല്ലെങ്കിൽ സൈന്യ സേവനത്തിൽ നിന്ന് വിരമിച്ച ആളുകളെ ഏൽപ്പിക്കാം എന്നുള്ളത് ഇന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സമൂഹത്തിൽ അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള ഒരു ഓഫീസിൽ കാര്യങ്ങൾ അച്ചടക്കത്തോടുകൂടി ഡിസിപ്ലിൻഡായിട്ട് പോകണമെങ്കിൽ ജവാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി പോകും. അതേസമയത്ത് കേരളത്തിലെ സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം നിങ്ങൾക്കെല്ലാം അറിയാം. ഏത് ഘട്ടങ്ങളിലും ഏത് അവസരങ്ങൾ വന്നു കഴിഞ്ഞാലും സൈന്യത്തെയും സേനാ വിഭാഗങ്ങളെയും അവഹേളിക്കുന്ന സമീപനം. നിലവിൽ സേനയെ പോലും അവഹേളിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം ബഹുമാനായിട്ടുള്ള ഗവർണർക്ക് CRPFന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി CRPFനെതിരായിട്ടാണ് പ്രസ്താവന നൽകിയത്. ഞാൻ അത് കഴിഞ്ഞിട്ട് CRPF ഉദ്യോഗസ്ഥരായിട്ടുള്ള ചില ആളുകളെ കാണാനിടയായപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറിന്റെ പ്രസ്താവന CRPF എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയെ സംരക്ഷിക്കുന്നതല്ല, പകരം കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം കൊടുക്കുന്നത് CRPF ആണ്, മാതാ അമൃതാനന്ദമയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നത് CRPF ആണ്, വെള്ളപ്പള്ളി നടേശന് സംരക്ഷണം കൊടുക്കുന്നത് CRPF ആണ്. അപ്പൊ ഇത് CRPF ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, CPM നടത്തിയ പ്രസ്താവന നിങ്ങൾക്കറിയാം, ചില RSSകാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനയാണ് CRPF എന്ന തരത്തിലുള്ള പ്രസ്താവന എടുത്തത്. ആ പ്രസ്താവനയെ ഞാൻ പ്രസ്താവന കൊടുത്തു മറുപടിയായിട്ട്. പക്ഷെ അതിന് CRPF ജവാന്മാരായിട്ടുള്ള ആളുകൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് അന്നൊരു പ്രതീക്ഷയില്ല. പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് CRPFന്റെയും സേനയ്ക്കും എതിരായിട്ട് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അന്നത്തെ CPMന്റെ ഒരു നേതാവ് പറഞ്ഞത്, സേന എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഇന്ത്യൻ സേന എന്നുള്ളതടക്കം പ്രസ്താവന നൽകി. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിമുക്ത ഭടന്മാർക്ക് നേരത്തെ ലഭിച്ചിരുന്ന അവസരങ്ങൾ, സെക്യൂരിറ്റി സർവീസും ഒക്കെ ആയിട്ട് ലഭിച്ചിരുന്ന അവസരങ്ങൾ, ആ ഉത്തരവടക്കം അട്ടിമറിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം. അതുകൊണ്ട് സേവനം ചെയ്യുന്നവരെയും വിരമിച്ച സൈനികരെയും ഒക്കെ അപമാനിക്കുന്ന ഒരു
രീതി അവലംബിക്കുന്ന ഒരു സമീപനമാണ് CPM. കോൺഗ്രസ് നിങ്ങൾക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിലടക്കം കേരളത്തിലെ ഒരു MP ഉൾപ്പെടെ പുൽവാമയും ബാലാക്കോട്ടിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു. ജവാന്മാരെ ഒരിക്കലും രാഷ്ട്രീയ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളുടെ ഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരെ പരിപാലിച്ചേൽക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഇന്ത്യയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചെയ്യുന്ന നടപടികൾ, ആ നടപടികൾ സേനാ അംഗങ്ങളുടെയും സേനയുടെയും വലിയ തോതിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പോലും എന്ന് പറയാൻ കാരണം CPM എന്ന് പറയുന്നത് ഒരു പ്രാദേശികമായിട്ട് കേരളത്തിന്റെ മാത്രം കാര്യങ്ങൾ അല്ലെങ്കിൽ ബംഗാളിന്റെ കാര്യം മാത്രം നോക്കുന്ന താല്പര്യമുള്ളവർക്കാണ്. കോൺഗ്രസ് പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ 1947 മുതൽ 77 വരെ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ചില താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ അവർ പോലും ഇപ്പോ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി അവരുടെ സമീപനം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ സൈന്യത്തെ സംശയിക്കുന്നത് സ്വന്തം അമ്മയെയും സഹോദരിയെയും സംശയിക്കുന്നതിന് തുല്യമായിട്ടുള്ള, അത്രയും അവഹേളനാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ്. അങ്ങനെയുള്ള ഒരു സമീപനം, ആ സമീപനം നമ്മുടെ സംസ്ഥാനത്തെ ഈ രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങൾ, ആ കാര്യങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിലുണ്ടായിട്ടുള്ള ഗതിവേഗം, ആ ഗതിവേഗം ഒരുപക്ഷെ ഇത്രയും പ്രകടമായിട്ടുള്ള രീതിയിൽ മറ്റൊരിക്കലും നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടില്ല. 2014 വരെ, 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചുമതല ഏറ്റെടുത്തപ്പോൾ ഇന്ത്യയിൽ ആകെ 10 കോടി ആളുകൾക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. 130 കോടി ജനങ്ങളിൽ 10 കോടി ആളുകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുതുതായി 40 കോടി ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായത്. അതിന്റെ പ്രയോജനം എന്തായിരുന്നു? കോവിഡ് കാലത്ത് മുഴുവൻ ലോക്ക്ഡൌൺ ആയപ്പോൾ ആ ലോക്ക്ഡൌൺ ആയ ഘട്ടത്തിലും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും ആ ജൻധൻ അക്കൗണ്ടിൽ നേരിട്ട് പണമെത്തി. കിസാൻ സമ്മാൻ നിധിയിൽ നേരിട്ട് പണമെത്തി. നമ്മൾ ഇന്ന് ഗ്യാസ് സബ്സിഡി ഉൾപ്പെടെയുള്ള നിരവധി ഡയറക്റ്റ് ബെനിഫിറ്റ്, ആ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന, ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം അതൊരു സാധാരണ കാര്യമല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നേരിട്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് 1984-85 കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നത്, ഞാൻ ഇവിടെ നിന്ന് 100 രൂപ അയക്കുമ്പോൾ 15 രൂപ മാത്രമേ ഗുണഭോക്താവിന് കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നേരിട്ട് ചോർച്ച ഒഴിവാക്കൽ, ഇടനിലക്കാരെ ഒഴിവാക്കൽ, ശുപാർശക്കാരെ ഒഴിവാക്കൽ, പകരം അർഹരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ അവർക്ക് അർഹതയുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഭരണത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നേട്ടമാണ്. 10 നിന്ന് 50 കോടി, 67 കൊല്ലം കൊണ്ട് 10 കോടി, പിന്നത്തെ 10 വർഷം കൊണ്ട് 40 കോടി, 4 ഇരട്ടി. ഇത് നമ്മുടെ ദേശീയപാതകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നു, ഇത് നമ്മുടെ റെയിൽ പാതകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നു, ഇത് നമ്മുടെ തീവണ്ടി സർവീസുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നു, ഇത് നമ്മുടെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നു. എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കുക, സാച്ചുറേഷൻ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സമ്പൂർണമായിട്ടും ലഭ്യമാക്കുക.
50 പേർക്ക് കൊടുക്കുന്നത് 50 പേര് അർഹരായിട്ടുള്ള ആളുകളുണ്ട്, അതിൽ 5 പേർക്ക് കൊടുക്കുക എന്നുള്ള രീതിയല്ല, 50 പേർക്കും ലഭ്യമാക്കുക. കാരണം ഈ പലപ്പോഴും അഴിമതിക്ക് കാരണമാകുന്നത് എല്ലാവർക്കും ലഭിക്കില്ല എന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ആഗ്രഹിക്കും എനിക്ക് കിട്ടണം, വേറൊരാളാഗ്രഹിക്കും അദ്ദേഹത്തിന് കിട്ടണം. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറെ വർഷങ്ങൾക്ക് മുന്നിൽ അന്ന് ടെലിഫോൺ കണക്ഷനും ഗ്യാസ് കണക്ഷനും കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2020 കൊല്ലം മുമ്പാണ് എനിക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയത് വീട്ടിൽ. ആ ഗ്യാസ് കണക്ഷൻ കിട്ടാൻ അന്ന് MP-മാർക്ക് കോട്ടയില്ല, ഗ്യാസ് കണക്ഷൻ കോട്ട. ആ MP-മാരുടെ ഗ്യാസ് കണക്ഷൻ കോട്ടയിൽ നിന്നാണ് എനിക്കത് ഗ്യാസ് കണക്ഷൻ കിട്ടുന്നത്. ടെലിഫോൺ കിട്ടിയത് ആൾക്കാരാണ്. ഇന്ന് ടെലിഫോൺ കണക്ഷനും ഗ്യാസ് കണക്ഷനും ഒരാളുടെയും ശുപാർശ. കാരണം ആ ആവശ്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് അത് വീടിന്റെ കാര്യത്തിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലും ബാക്കി സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് രാജ്യം മുഴുവൻ വിധിയെഴുതി കഴിഞ്ഞിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഡൽഹിയിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് ആർക്കും സംശയം. അപ്പൊ നമ്മുടെ മുന്നിലുള്ള സംശയം, നമ്മള് നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന സദ്ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ നമുക്ക് കൂടി ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്ന പ്രതിനിധി നരേന്ദ്രമോദിജിയെ പിന്തുണയ്ക്കുന്ന ആളായിരിക്കണമോ, നരേന്ദ്രമോദിജിയെ എതിർത്ത് നരേന്ദ്രമോദിജി ഏത് കാര്യം നടപ്പിലാക്കുമ്പോഴും ആ നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ആളായിരിക്കണം. ഇതാണ് എന്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥന. നിങ്ങളെല്ലാവരും, ഈ ഇരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ധാരാളം സുഹൃത്തുക്കൾ, ജവാന്മാരായിരുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ട്. ആ സുഹൃത്തുക്കളുടെ മുന്നിൽ വെക്കാനുള്ള ചോദ്യം, ആ ചോദ്യം നരേന്ദ്രമോദിജി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നിർബാധം തുടരാൻ പോവുകയാണ്. അതിന്റെ ഒരു അംശം നമ്മുടെ പ്രദേശത്തിന് ലഭ്യമാകാൻ ആരായിരിക്കണം ജനപ്രതിനിധി എന്നുള്ളതാണ്. അത് നരേന്ദ്രമോദിജി ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഒരാൾ ജനപ്രതിനിധിയായിട്ട് വരണമോ, അതോ അതിനെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരാൾ ജനപ്രതിനിധിയായിട്ട് വരണം? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ മറ്റ് കുടുംബാംഗങ്ങളെയും ഒക്കെ നമുക്ക് പ്രേരിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആറ്റിങ്ങൽ പ്രദേശത്തിനും നരേന്ദ്രമോദി സർക്കാരിന്റെ ഗുണഫലങ്ങൾ ലഭ്യമാണ്. അതിൽ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം, എല്ലാവരുടെയും പിന്തുണ വേണം എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മളെല്ലാവരും സാധാരണഗതിയിൽ BJP, NDA സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് പ്രചരണം ഞാൻ നിങ്ങളുടെ വീട്ടിലും കരിയർ നടത്തുകയും ചെയ്യും. നിങ്ങൾ ആരെയും പഠിക്കും, നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ ആൾക്കാരും, എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ ബന്ധുക്കളെയും നമ്മളൊരു പക്ഷേ നേരിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്തവരായിട്ട് ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ എന്റെ ഒരു അഭ്യർത്ഥന, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു വിവാഹ ക്ഷണത്തിന് വേണ്ടിയിട്ട് ക്ഷണം ക്ഷണിക്കുന്നത് പോലെ നമ്മൾ പ്രചരണം എല്ലാ ദിവസവും നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരുടെ, നമ്മുടെ കല്യാണത്തിന് ക്ഷണിക്കും എങ്ങനെ നമ്മുടെ കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റ് തരാം, 500, 600, 700, 1000, എന്നിട്ട് ഇവരെ എല്ലാവരെയും വിളിക്കും. കല്യാണത്തിന് വിളിക്കുന്നത് ഇത്ര രീതിയാണ്, രാവിലെ വരണം, തലേദിവസം വരണം, ഇതാണ് നമ്മൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വിളിക്കേണ്ടത് നരേന്ദ്രമോദിജിയുടെ ഭരണമാണ്. ആ നരേന്ദ്രമോദിജിയോടൊപ്പം നിൽക്കുന്ന ഒരാളത് നമ്മുടെ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് താമസിക്കുകയാണ്. ഇത് നമുക്കറിയുന്ന, നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുഴുവൻ ആളുകളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫലം, ആ ഫലം തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കും.
അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് കുടുംബശ്രീ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രവർത്തനം, ആ പ്രവർത്തനം നടത്താൻ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഒപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിച്ചു. അടുത്തതായി ആദരിക്കുന്നതിനാണ് മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർത്താൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയും നമ്മുടെ സ്ഥാനാർത്ഥിയുമായ പി മുരളീധരൻജിയെ ആദരിക്കുന്നതിലേക്കായി ശ്രീ രാജശേഖരൻ നായർ വിവിധ കൂട്ടായ്മ കാട്ടാക്കൽ താലൂക്ക് പ്രസിഡന്റ് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ ചന്ദ്രശേഖരൻ നായർ സാർ, കാട്ടാൽ വിവിധ കൂട്ടായ്മ രക്ഷാധികാരി, അദ്ദേഹത്തെ ആദരിക്കുന്നു. അടുത്തതായി ശ്രീ കെ സി ഹരികുമാർ, കാട്ടാൽ വിവിധ കൂട്ടായ്മ രക്ഷാധികാരി. അടുത്തതായി സുരേഷ് കുമാർ, കാട്ടാൽ വിവിധ കൂട്ടായ്മ സെക്രട്ടറി. അടുത്തതായി ശ്രീമതി ശ്രീകുമാരി, SMS രക്ഷാധികാരി, സൈനിക മാതൃശക്തി രക്ഷാധികാരി. ശ്രീമതി അനിത, സൈനിക മാതൃശക്തി രക്ഷാധികാരി. ശ്രീലത, സൈനിക മാതൃശക്തി. ലതിക, SMS. ശ്രീ രമേശ്, അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പ്രസിഡന്റ് കാട്ടാക്കട. ശ്രീ അജേന്ദ്രകുമാർ, റിട്ടയർഡ് കേരള പോലീസ്. അടുത്തതായി അഡ്വക്കേറ്റ് ശ്രീ TV രാജേഷ് സാറിനെ, സുരേഷ് സാറിനെ, അഡ്വക്കേറ്റ് സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. BJP സർവീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി മന്ത്രി ശ്രീ ആരാധ്യനായ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ടി മുരളീധരൻ ചേട്ടൻ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, മുരളീധരന് സ്വാഗതം, NGO സംഘിന് സ്വാഗതം. സ്നേഹവും ബഹുമാനവുമുള്ള
ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ, ആസന്നമായിരിക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ പാർലമെന്റിൽ നിന്നും ജനവിധി തേടുകയാണ്. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് രാജ്യം അംഗീകരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കേരള NGO സംഘിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ദേശീയതയുടെ പ്രസ്ഥാനം വീണ്ടും അധികാരത്തിൽ വരേണ്ടത് NGO സംഘം ഉൾപ്പെടെയുള്ള ഫെറ്റോ പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം നിർണായക സ്വാധീനം ചെലുത്തുവാൻ നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാം തന്നെ NGO സംഘ പ്രവർത്തകരെ നേരിൽ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്ന, ഏറെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഞങ്ങളെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്ന വി മുരളീധരൻ അവർക്ക് കേരള NGO സംഘ് തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ആദരവ് നൽകുന്നതിലേക്ക് വേണ്ടി മുരളീധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചേട്ടനും വ്യവസായ വകുപ്പിലെ ഒരു ജീവനക്കാരനായിരുന്നു. ജീവനക്കാരനായിരുന്ന അദ്ദേഹമാണ് കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്ര പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അദ്ദേഹമാണ്. ഒരു കാലത്ത് കേരള സർവീസിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു NGO സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി പോകുമായിരുന്ന കാലഘട്ടത്തിൽ നിന്നും ആണ് ഇന്ന് നമ്മളെല്ലാം ആദരിക്കുന്നവര് ഇതിലെത്തിച്ചേർന്നത്. എന്തുകൊണ്ടും സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ NGO സംഘത്തിന്റെ പ്രവർത്തകരോട് രണ്ട് വാക്ക് പറയുന്നതിലേക്ക് വേണ്ടി ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ശ്രീ മുരളീധരനെ ക്ഷണിച്ചു. കേരള NGO സംഘിന്റെ തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ ഈ 45ാം ജില്ലാ സമ്മേളനത്തിൽ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് പാക്കോട് ബിജു, ജില്ലാ സെക്രട്ടറി സന്തോഷ് മുതൽത്തറക്കൽ, മറ്റ് ശ്രീ PV മനോജ്, പ്രശാന്ത്, DS രാജീവ്, PC ശ്രീകുമാർ, അജിത് കുമാർ തുടങ്ങി ശ്രീ ജയൻ, അതോടൊപ്പം ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് PSCയുടെ പരീക്ഷയിലെത്തി. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോയിന്റ്മെന്റ് എന്നാൽ അധിക കാലം മുന്നോട്ട് പോയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ NGO സംഘിന്റെ ഭാരവാഹിയാവുമായിരുന്നോ, KGO സംഘിന്റെ ഭാരവാഹിയാവുമോ? കാരണം ഞാൻ ഒരു ആദ്യത്തെ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, അതാണല്ലോ അത് ആദ്യം എഴുതുന്ന പരീക്ഷ, MOP. ആ പരീക്ഷ ഞാൻ ജോയിൻ ചെയ്ത് ഒരു 3 മാസം കൊണ്ട് എഴുതി പാസ്സായി. ജോയിൻ ചെയ്ത ആദ്യം തന്നെ പരീക്ഷ 3 മാസത്തിലധികം നിന്നില്ല. ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്തു. ഒക്ടോബർ മാസം അവസാനം കണ്ണൂരിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ EK നായനാരുടെ സബ് പോലീസ് രാത്രി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 2 മാസം ജയിലിൽ കിടന്നു. തലശ്ശേരി സംഘർഷത്തിന്റെ പശ്ചാത്തലം. പിന്നെ അത് എന്താ, രോഗി ഇച്ഛിച്ചത് പാല്, വൈദ്യൻ കൽപ്പിച്ചത് പാല് എന്ന് പറഞ്ഞതുപോലെ എനിക്കതൊരവസരമായി. സസ്പെൻഷനായപ്പോൾ 2 മാസം ജയിലിൽ കിടന്നപ്പോൾ സ്വാഭാവികമായിട്ട് സസ്പെൻഷനായി. സസ്പെൻഷനായതിനു ശേഷം പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് കോട്ട
തിരിച്ചു കിട്ടിയെങ്കിലും ഞാൻ അപ്പോൾ തന്നെ ഒഴിവാകാൻ രാജിവെച്ച് കൂടുതൽ സമയം സംഘടനാ പ്രവർത്തനത്തിലേക്ക് വെച്ചു. NGO-യെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും ഒരു നിർണായകമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കേരളത്തിലും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേൾക്കാനായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. കേരളത്തിലും ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഫെബ്രുവരി മാസത്തിൽ 2 ദിവസം വൈകി ആണ് കൊടുക്കാൻ പറ്റിയത്, 3 ദിവസം വൈകിയാണ് കിട്ടിയത് എന്നൊക്കെ ഇപ്പോ പലരും ന്യായീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ വർഷത്തെ സ്ഥിതി 24-25 സാമ്പത്തിക വർഷത്തിലെ സ്ഥിതി ഇതിനേക്കാൾ രൂക്ഷമാകാനുള്ള സാഹചര്യം, ആ സാഹചര്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ മുഴുവൻ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത കേസ്, ആ കേസിന്റെ കാര്യത്തിൽ ഇവിടെ CPM-ന്റെയും സർക്കാരിന്റെയും നേതാക്കന്മാർ പലരും പ്രസംഗിക്കാറ് 57,000 കോടി രൂപ കേന്ദ്രം കെട്ടിക്കുറച്ചു കിട്ടാനുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് എമൗണ്ടൊക്കെ കുറച്ച് ഏതാണ്ട് 20,000 കോടിയുടെ കണക്കുകളുമായിട്ടാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി അവസാനം പറഞ്ഞത് ഒരു രക്ഷാ പാക്കേജ് കൊടുക്കാനാണ്. ഈ കേരളം ആവശ്യപ്പെട്ട ആവശ്യങ്ങളുടെ വാദങ്ങൾ, ആ വാദങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പറയേണ്ടത്. കേരളത്തിന്റെ വാദത്തെ, കേരള സർക്കാരിന്റെ വാദത്തെ അംഗീകരിച്ചുകൊണ്ടല്ല. കേരള സർക്കാരിന്റെ വാദം അംഗീകരിക്കുന്നതിന് പകരം കേരള സർക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് 10,000 കോടി രൂപ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു 10,000 കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ കേരള സർക്കാർ ഇപ്പൊ തന്നെ ധാരാളം പണം കടമെടുത്തിട്ടുണ്ട്. ഈ പണം കൂടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം കേരളത്തിൽ സർക്കാരിന് എടുക്കാൻ കഴിയുന്ന തുക, ആ തുക വീണ്ടും കുറഞ്ഞു വരും. ആ തുക കുറഞ്ഞു കഴിഞ്ഞാൽ കേരളം അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് 10,000 കോടിക്ക് പകരം ഞങ്ങൾ 5,000 കോടി കൊടുക്കാം എന്നുള്ള ഒരു ബദൽ നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു. അപ്പൊ സംസ്ഥാനം പറഞ്ഞ വാദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സംസ്ഥാനത്തിന്റെ ആവശ്യം, ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾക്ക് 5,000 കോടി വേണ്ട, അതൊന്നും. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നൽകിയ എഫിഡവിറ്റ് അത് മാധ്യമങ്ങൾക്ക് നൽകരുത്. കോടതി ഇടപെട്ട് അത് നിർത്തിവെപ്പിക്കണം, അത് മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കണം. കോടതി തന്നെ പറഞ്ഞു ഇത് ഓപ്പൺ കോർട്ടിൽ ഇതിനെക്കുറിച്ച് വാദങ്ങൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഞങ്ങളായിട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി എത്ര രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കേരളത്തിലെ സ്ഥിതി ഇത്രയും രൂക്ഷമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന വ്യഗ്രത, കാണിക്കുന്ന വ്യഗ്രത, ആ വ്യഗ്രതയെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഈ ഘട്ടം വ്യക്തിപരമായിട്ട് നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ ഈ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് എത്തിക്കാൻ, കാരണം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രചരണം കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടിയാണ്, സുപ്രീം കോടതി അംഗീകരിച്ചു എന്നാണ്. ദേശാഭിമാനി മാത്രം വായിക്കുന്ന അല്ലെങ്കിൽ കൈരളി പീപ്പിൾ ചാനൽ മാത്രം കാണുന്ന ആളുകൾക്ക് ആ തെറ്റിദ്ധാരണയുണ്ടാകും. കുറെ പേര് ആ പ്രചരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരുൾപ്പെടെ. അപ്പൊ അതിലെ വസ്തുതകൾ സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ എത്തിക്കാൻ
വസ്തുതകൾ സർക്കാർ ജീവനക്കാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം NGO-ന്റെ പ്രവർത്തകർ ഏറ്റെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം മറ്റാരും ഈ കാര്യം ഏറ്റെടുക്കാനുണ്ടാവില്ല. അതിലൂടെ മാത്രമേ കേരളത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ, ആ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ തയ്യാറാണ്. കാരണം കേരളത്തിന്റെ പ്രശ്നം കേരളത്തിന്റെ തനത് വരുമാനം, ആ തനത് വരുമാനം ഓരോ വർഷം കഴിയുന്നതോടും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. തനത് വരുമാനം വർദ്ധിപ്പിക്കാതെ ഒരു സർക്കാരിനും ഒരു സംസ്ഥാനത്തിനും ഒരു രാജ്യത്തിനും പിടിച്ചു നിൽക്കാനാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മൂലധന നിക്ഷേപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വർധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വർധനമാണ് ഇന്ന് ഇന്ത്യ 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് വരാൻ, ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7%, 8%ആയിട്ട് നിൽക്കുന്നതിന്റെയൊക്കെ ലോകത്തിലെ വലിയ സമ്പദ്ഘടനകളിൽ ഒരു സമ്പദ്ഘടനയും 2%-ൽ കൂടുതൽ വളർച്ചാ നിരക്ക് കാണിക്കുന്നില്ല. ഒന്നുകിൽ മൈനസ്, അല്ലെങ്കിൽ 1%-ൽ താഴെ, 1%-ന്റെ 2%-ന്റെ മുകളിൽ, അല്ലെങ്കിൽ 2-നേക്കാൾ അല്പം മുകളിൽ. ചൈനയും അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സ്ഥിതി ഇതാണ്. ആ സ്ഥിതിയിൽ നിന്നാണ് ഇന്ത്യ 7%-ലധികം വളർച്ചാ നിരക്ക് കൈവരിച്ചത്. അതിന്റെ കാരണം കോവിഡ് കാലത്ത് എല്ലാവർക്കും പണം കൊടുക്കണമെന്ന് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ, പ്രധാനമന്ത്രി. അതല്ല വേണ്ടത്, പകരം ആളുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതം, അതോടൊപ്പം ജീവിക്കാനുള്ള മാർഗങ്ങൾ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. അത് കോവിഡ് കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ അംഗീകരിച്ചു, ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എടുത്തിട്ടുള്ള നടപടികളും മാർഗങ്ങളുമായിരുന്നു ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞു. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിട്ടേൺസ്, ആ റിട്ടേൺസിനെ കുറിച്ച് പറയുന്നത് 100 രൂപ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ചെലവാക്കിയാൽ നമുക്ക് തിരിച്ചു വരുന്നത് 60-70 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ 100 രൂപ ചെലവാക്കുമ്പോൾ അത് 5-6 ഇരട്ടിയായിട്ടാണ് അതിന്റെ മടങ്ങി വരുന്നത്. ഇത് സമ്പദ്ഘടനയെ ഊർജിതമാക്കാൻ, ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്നു. അതാണ് ഇന്ത്യയുടെ വളർച്ചയുടെ അടിസ്ഥാനം. ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകളാണ് കേരളത്തിനെ പുറകോട്ടടിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂടിപ്പോയി, അതിന്റെ ശതമാനം കൂടുതലാണ്. ക്ഷേമ പെൻഷനും ശമ്പളവും കൂടി ഏതാണ്ട് 80% എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പലരും പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി, സംസ്ഥാന സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചതിന്റെ അർത്ഥം ശമ്പളം കുറക്കണമെന്നല്ല, പകരം തനത് വരുമാനം വർദ്ധിപ്പിക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കണം. ഇതിപ്പോ 100 രൂപയുടെ വരുമാനത്തിൽ 80 ചെലവാക്കുന്നതിന് പകരം 100 രൂപയുടെ വരുമാനം 200 രൂപയാക്കി കഴിഞ്ഞാൽ 40%. 80 രൂപ ചെലവാക്കുന്ന 80 രൂപയിൽ തന്നെ നിൽക്കും. അപ്പൊ ശതമാനം 40%. ഈ തരത്തിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ, മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാതെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ആര് വെച്ചാൽ ഈ കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാനും, ഈ കാര്യങ്ങൾ കാരണം കേരളത്തിലെ ഏറ്റവും സംഘടിതമായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും. ഈ ജനവിഭാഗങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതിലൂടെ രാജ്യത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ ഭരണം നടത്തുന്ന ഈ സാഹചര്യത്തിൽ ആ സർക്കാരിന്റെ പ്രയോജനം കേരളത്തിൽ കൂടി ലഭ്യമാകുന്ന
പ്രിയപ്പെട്ട മുരളീധരന്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിലെ